NIA-യുടെ റഡാറിൽ വരുന്നതിന് മുൻപ് തന്നെ ജ്യോതി മൽഹോത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്ന് വെളിപ്പെടുത്തി NIA. കപിൽ ജെയിൻ എന്ന അക്കൗണ്ടിൽ നിന്നും NIA-യെ ടാഗ് ചെയ്തുകൊണ്ട് ജ്യോതിയെക്കുറിച്ചുള്ള ദുരൂഹ വിവരങ്ങൾ നേരത്തെ തന്നെ പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. ജ്യോതിയെ നിരീക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വർഷം മുൻപ് ഒരാൾ എക്സിൽ കുറിച്ചതാണ്. അന്ന് അതാരും വകവെച്ചില്ല. ഇപ്പോൾ അറസ്റ്റ് നടന്നതിന് പിന്നാലെയാണ് അത് വലിയ ചർച്ചയാകുന്നത്. കപിൽ ജെയിൻ എന്ന അക്കൗണ്ടിൽ നിന്നുമാണ് NIA-യെ ടാഗ് ചെയ്തുകൊണ്ട് ജ്യോതിയെക്കുറിച്ച് സംസാരിച്ചത്. ഈ സ്ത്രീയെ NIA നിരീക്ഷിക്കുക. പാകിസ്ഥാൻ എംബസിയിലെ ഒരു ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരുന്നു. അതിനുശേഷം 10 ദിവസം ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചു. ഇപ്പോൾ അവർ കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കണം. ജ്യോതിയുടെ ചാനലിന്റെ ഹോം പേജിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് കപിൽ ജെയിൻ കുറിച്ചിരുന്നതാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കുറിപ്പിന് അന്ന് NIA എന്തെങ്കിലും ഒരു വില കൽപ്പിച്ചിരുന്നു എങ്കിൽ ഇന്നത്തെ ഈ ഒരു അവസ്ഥ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്ന ഈ ഒരു വേളയിൽ ഒരു ഇന്ത്യക്കാരിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന നാണക്കേട് ഇന്ത്യക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല. പാകിസ്ഥാൻ വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരിൽ പ്രധാനിയാണ് ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുഖേന പാക് ചാര സംഘടനയിൽപ്പെട്ടവർക്ക് ജ്യോതി പല വിവരങ്ങളും കൈമാറിയെന്നും അവരുമായി അടുത്ത ബന്ധം പുലർത്തിയെന്നുമാണ് വാട്സാപ്പ്, ടെലഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി ജ്യോതി വിവരങ്ങൾ പങ്കുവച്ചത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ വർഷം ദില്ലിയിലെ പാക് ഹൈക്കമ്മീഷനിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലും യുവതി പങ്കെടുത്തിരുന്നു. ഇതിന്റെ വീഡിയോയും യുവതി തന്റെ യൂട്യൂബ് ചാനലായ ട്രാവൽ വിത്ത് ജോയിലൂടെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാര സംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് ജ്യോതിയെ അറസ്റ്റ് ചെയ്തത്. 3 തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാക് ചാര സംഘടനയിൽപ്പെട്ടവരുമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതുമായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെ കുറിച്ച് നല്ലത് പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചു എന്നാണ് സൂചനകൾ. 2023 ദില്ലിയിൽ വെച്ചാണ് ജ്യോതി പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷിനെ പരിചയപ്പെടുന്നത്. ഡാനിഷുമായി സംസാരിക്കുന്നതിന്റെയും സൗഹൃദം പങ്കിടുന്നതിന്റെയും വീഡിയോയും ജ്യോതി പങ്കുവച്ചിരുന്നു. ഇയാളെയും ഭാര്യയെയും യുവതി വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും വീഡിയോയിൽ കാണാം. ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഇഹ്സാനുർ റഹീം എന്ന ഡാനിഷ്. ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷം ജ്യോതി ആദ്യമായി പാകിസ്ഥാനിൽ എത്തി. 3 വട്ടം പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ കൈമാറിയതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ടെലിഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് പാക് ചാര സംഘടനയിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. പാകിസ്ഥാൻ യാത്രയ്ക്കും താമസത്തിനും സൗകര്യം ചെയ്തു നൽകിയത് ഡാനിഷും സുഹൃത്തുക്കളുമാണ്. ഇവർ വഴി ജ്യോതി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെട്ടു. ഇന്ത്യൻ പോലീസിനോ സൈന്യത്തിനോ സംശയം തോന്നാതിരിക്കാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ മറ്റു പേരുകളിലായിരുന്നു ഇവർ സേവ് ചെയ്തിരുന്നത്. പാക് ചാറിനൊപ്പം ജ്യോതി ഇന്തോനേഷ്യയിലെ ബാലി സന്ദർശിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. യൂട്യൂബിൽ 3.7 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റഗ്രാമിൽ 1.32 ലക്ഷം ഫോളോവേഴ്സുമുള്ള ട്രാവൽ വ്ലോഗറാണ് ജ്യോതി മൽഹോത്ര. കഴിഞ്ഞ മാർച്ചിലും യുവതി പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതേസമയം മകളെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്ന് ജ്യോതിയുടെ പിതാവ് ഹരീഷ് മൽഹോത്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആവശ്യമായ എല്ലാ അനുമതിയും ലഭിച്ച ശേഷം സാധുവായ വിസ സഹിതമാണ് മകൾ പാകിസ്ഥാനിലേക്ക് പോയത് എന്ന് അച്ഛൻ വ്യക്തമാക്കി. അദ്ദേഹം മകളോട് സംസാരിച്ചിരുന്നു. പപ്പ, എനിക്ക് സുഖമാണ്, എന്നെ തെറ്റായ കേസിൽ പെടുത്തിയതാണ് എന്നാണ് മകൾ പറഞ്ഞതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്ത് തന്നെയായാലും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് ആര് തന്നെയായാലും അവർക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ വെളിച്ചത്തിൽ ഒരു ഇന്ത്യക്കാരുടെ പാക് ബന്ധങ്ങൾ പുറത്തുവരുമ്പോൾ കപിൽ ജെയിന്റെ വാക്കുകൾ NIA പ്രാധാന്യത്തോടെ പരിഗണിച്ചിരുന്നു എങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇത്രയധികം നാണക്കേടിലൂടെ ഇന്ന് ഇന്ത്യക്ക് കടന്നു പോകേണ്ടി വരില്ലായിരുന്നു എന്ന അഭിപ്രായങ്ങളും ഇപ്പോൾ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.